ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ഡേ 3 ആണ് കേട്ടോ സ്പെയിനിലെ. ജിനു ഓൾറെഡി ടയർഡ് ആണ്. അപ്പൊ നമ്മൾ എവിടെ വെക്കുന്നേ? എന്താ പരിപാടി? ഓക്കെ, ഇന്നത്തെ നമ്മുടെ അജണ്ട എന്താ? ആ ആ നമ്മുടെ ട്രെയിനിലാണ് വരുന്നത്. ആ ഓക്കെ ഓക്കെ. ഹലോ ഗൈസ്, നമ്മള് എത്തിയിട്ടുണ്ട് നമ്മുടെ സ്ഥലത്ത്. ഇതാണ് കൊളംബസ് മോണുമെന്റ്. പുള്ളി അതിന്റെ മേലെ നിൽപ്പുണ്ടെന്ന് തോന്നണോ? കൊളംബസ് അല്ലേ നിൽക്കുന്നേ? നോക്കട്ടെ, പുള്ളിനെ കാണിക്കാൻ പറ്റുന്നു. ആ, അവിടെ കൊണ്ട് ഈ മോണുമെന്റിന്റെ പ്രത്യേകത കൊളംബസിന്റെ ആദ്യത്തെ അമേരിക്കൻ വോയേജ് കഴിഞ്ഞിട്ട് പുള്ളി വന്ന് ഇവിടെ ഡോക്ക് ചെയ്തു. ആ ഡോക്ക് ചെയ്ത് പുള്ളിനെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ മേലായിട്ട് ഇത് 60 ഫീറ്റ് ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. 60 അടി. അതിന് മേലെ കൊളംബസ് വെച്ചിട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്ത് കോണ്ടിനെന്റിനെ പോയിന്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു പ്രതിമയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പുള്ളി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണോ കാണാൻ പറ്റുന്നത്? അപ്പൊ പുള്ളി അത് പോയിന്റ് ചെയ്യണം, ഫിംഗർ പോയിന്റ്. ഓക്കെ, പോയിന്റ് ചെയ്ത സൈഡിലല്ല അമേരിക്ക കോണ്ടിനെന്റ്, ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ അതും തെറ്റിച്ചു. തെറ്റിച്ചല്ല, അത് ഇനിയും കാണാനുള്ള കോണ്ടിനെന്റ് എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം. ഓക്കെ 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 ഓക്കെ. ഇനിയും ഞാൻ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, അതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടാണ് ക്രിസ്റ്റഫർ കൊളംബസിന്റെ ഈ കൊളംബസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്കിപ്പോ ഇതിന്റെ ഉള്ളില് മേലെ വരെ പോകാൻ പറ്റുമോ? പറ്റുമെന്നാണ് കണ്ടത്. 6 പൗണ്ട് എന്ന് പറഞ്ഞേ, സോറി, 6 യൂറോ ടിക്കറ്റാണ് മേലെ പോവാം. അവിടെ ഒരു കേബിൾ കാർ കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ, എന്നാ നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ? ഇപ്പൊ കിടക്കാം. ഇത് ഫുള്ള് സിംഹങ്ങളാണ്. എല്ലാ സൈഡിലേക്കും ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പല പോസ്. ശരി ശരി. ഉണ്ട്. സിറ്റി വൈബ് അല്ല ഇവിടെ, ഇച്ചിരിയും കൂടെ. ഇതില് പുള്ളി കൈ ചുണ്ടുന്നുണ്ട് കേട്ടോ. ശരി. ഇതിന്റെ മേലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ലിഫ്റ്റ് കയറി. സിറ്റിയുടെ ഫുൾ പനോരമിക് Thank you. Okay. Yeah, sure.
ഓക്കെ, അപ്പൊ നമ്മൾ ലാറാമള മാർക്കറ്റിലേക്ക് പോവാണ്. ആരാത്? ആണോ? റെക്കഗ്നൈസ് ചെയ്യുന്നവർ താഴെ കമന്റ് ചെയ്യണേ. ആ പുള്ളി മറ്റേ പുള്ളിയല്ലേ? മറ്റേ പുള്ളി My mama used to say, life is like a box of chocolate. He's holding a box of chocolate. Run, Forrest, run. അതല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ലാറംള മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ട്രീറ്റ് ആണ് ഇത്. രണ്ട് സൈഡിലും കുറെ ഷോപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോ അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതിപ്പോ ആകെ ഉള്ള ഒരു പ്ലസ് എന്ന് പറയുന്നത് രണ്ട് വശം മരങ്ങളുണ്ട്. അത് കാരണം വലിയ വെയിലൊന്നും കൊള്ളാണ്ട് ചൂട് എടുക്കാണ്ട് അങ്ങ് പോവാന്നുള്ളതാണ്. പിന്നെ സാധനങ്ങളൊക്കെ എന്തായാലും ഇവിടെ ഇത്തിരി കൂടെ കോസ്റ്റ്ലി ആയിരിക്കും. അതുകൊണ്ട് വെറുതെ എല്ലാം കണ്ടു നടക്കാം. അതെ, അതല്ലെങ്കിൽ അങ്ങനെ ഒന്നും മേടിക്കാറൊന്നുമില്ല. അതെ, ഇതിലൊരു ചെറിയ സോനിയർ മേടിക്കും. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ സൈഡിൽ ഫുള്ള് ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഷോപ്സും ഇതൊക്കെ. ഈ സൈഡിലുണ്ടല്ലോ. എന്താ കഴിക്കുന്നത്? ഇന്നലെ കഴിച്ച പോലത്തെ ഒരു പരീക്ഷണത്തിന് ഞാനില്ല. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, വെറൈറ്റി ട്രൈ ചെയ്യണല്ലോ. നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നിരിക്കുന്ന നല്ല വെയിലാണ്. സംഭവം കണ്ടാൽ തന്നെ അറിയാമല്ലോ. നമ്മളെ കണ്ടപ്പോ ചിക്കൻ ബിരിയാണി വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെ കണ്ടപ്പോ ബിരിയാണി തിന്നാണെന്ന് തോന്നി അവർക്ക്. അവരിത് എത്ര കണ്ടതാണ്. ശരി, അവര് ആൾക്കാരെ വിളിച്ചു കയറ്റാനുള്ള ട്രയൽസ് ആണ്. ഇവിടെയും കുറെ കടകളുണ്ട്. കോസ്റ്റ്ലിയാണ് ഇവിടെ. പക്ഷെ പോട്ടെ, പവർ വരട്ടെ. ഇവിടെ അടിപൊളി സാധനം കാണിച്ചുതരാം. ഇവിടെ നല്ല സ്കെച്ച് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവര് വരച്ചൊക്കെ തരും കേട്ടോ. ഈ സൈഡില് കുറച്ച് പേര് അങ്ങനത്തെ കലാകാരന്മാരാണല്ലോ. ഓ, ശരി ശരി. ഒരു ഏരിയ മാത്രമുള്ളതുണ്ട്. കൊച്ചിന്റെ വരയ്ക്കട്ടോ, കൊച്ചിനെ വരയ്ക്കുന്നത് അതേപോലെ ആവണ്ടെന്ന് നല്ല രസമുണ്ടല്ലേ. പക്ഷെ നന്നായിട്ട് വരച്ചിട്ടുണ്ട്. വേറെ ഭരതനാട്യം നാഗവല്ലിയാണോ? അത് എപ്പോഴോ ഏതോ ഒരു മന്തുണ്ട്, അറിയില്ല. അല്ല, അത് നല്ലതാണ്. ഓക്കെ, നമ്മൾ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. മാർക്കറ്റ് ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഒരുപാട് നടക്കാനുണ്ട്. അത് ഓരോ ഏരിയയിലും ഓരോ സാധനങ്ങളാണ് തോന്നുന്നു അല്ലെ. ഇവിടെയൊക്കെ കണ്ടോ, ഫ്ലവേഴ്സിന്റെ ഏരിയസ് ആണത് അല്ലെ. നേരത്തെ ഒരു ഇടത്തില് ഡ്രോയിങ് മാത്രം. നല്ല മണം, നല്ല മണം കിട്ടുന്നുണ്ട്. എന്ത്? ഓ, ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവുമായിരിക്കും അല്ലേ ചിലപ്പോ. ഓരോ
ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ സ്ട്രീറ്റിന്റെയും ഇങ്ങനെ ഇടയിലേക്ക് സ്ട്രീറ്റ് ഇതാണ് നമ്മൾ പോവാന്ന് പറഞ്ഞ സ്ഥലം എന്ന് തോന്നുന്നു. അതന്നെ ഇതാണ് അവര് പോയത്. ഭയങ്കര തിരക്കാട്ടോ. ഇവിടെയാണ് ഫുള്ള് ഫുഡിന്റെ ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മള് ഇവിടെ ലണ്ടനിലൊക്കെ മറ്റേ ബറോ മാർക്കറ്റ് ഒക്കെ പോലെ തന്നെ ഒരു ഫുഡ് മാർക്കറ്റ് ആണെന്ന് തോന്നുന്നു. ഇച്ചിരി കൂടെ നല്ല തിരക്കാട്ടോ.